സൗന്ദര്യം, ആരോഗ്യവും ആത്മവിശ്വാസവും പോലെ ആരും കൊതിക്കുന്നതാണ് സൗന്ദര്യവും. നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. കറുപ്പ് സുന്ദരമാണെന്ന സന്ദേശം തന്നെ ഒരു വലിയ സാമൂഹ്യ മുന്നേറ്റമാണ്. ലിംഗഭേദമില്ലാതെ പ്രായഭേദമില്ലാതെ എല്ലാവരും ഇപ്പോൾ സൗന്ദര്യ സംരക്ഷണം ചെയ്യുന്നുണ്ട്. നമ്മുടെ ചുറ്റിനും വർദ്ധിച്ചു വരുന്ന കോസ്മെറ്റോളജി ക്ലിനിക്കുകളും ബ്യൂട്ടി പാർലറുകളും ഒക്കെ അതാണ് പറയുന്നത്. ഇവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് കണ്ണിൻ്റെയും നഖത്തിൻ്റെയും മുഖത്തിൻ്റെയും ചർമ്മത്തിൻ്റെയും തലമുടിയുടെയും ഒക്കെ സംരക്ഷണമാണ്. കോടിക്കണക്കിനുള്ള ബിസിനസ്സാണ് ഈ സൗന്ദര്യ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വല്ലാതെ വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു രംഗം. എന്നിട്ടും 40 വയസ്സിൽ താഴെയുള്ളവരിൽ പോലും അകാല നരയും ജരയും കണ്ണിന് താഴെ കറുപ്പുമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ തൊലിപ്പുറത്തുള്ള ചികിത്സ പോരാ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് തന്നെയല്ല, ഇതാണോ സൗന്ദര്യ സങ്കല്പം? ശരീരത്തിൻ്റെ അഴകളവുകളുടെ അനുപാതം ശരിയായാൽ മാത്രമല്ലേ ഒരാളെ സുന്ദരി അഥവാ സുന്ദരൻ എന്നൊക്കെ വിളിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ പൊണ്ണത്തടി വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. മാറിയ ജീവിതശൈലിയും ഭക്ഷണ രീതികളും തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയ, അതായത് മൈക്രോന്യൂട്രിയൻസ് ആൻഡ് മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയ സമീകൃത ആഹാരം കൃത്യസമയത്ത് കൃത്യമായ അളവിൽ കഴിക്കുക എന്നതാണ് ശരിയായ ആഹാര രീതി. ഇന്ന് അങ്ങനെയല്ല. നമ്മൾ പണ്ടൊക്കെ വീട്ടിൽ സ്വയം പാകം ചെയ്ത് വേണ്ടതൊക്കെ ചേർത്ത് കഴിച്ചുകൊണ്ടിരുന്ന ആ രീതി മാറ്റിയിട്ട് വല്ലപ്പോഴുമൊക്കെ വീട്ടിൽ ആഹാരം പാകം ചെയ്യുകയും മിക്ക സമയവും ഈറ്റിംഗ് ഔട്ട് എന്ന രീതിയായി മാറിയിരിക്കുന്നു. ഒരു ന്യൂക്ലിയർ കുടുംബത്തിലുള്ള അംഗങ്ങൾ പോലും വലിയ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന്, അവിടെയൊക്കെ വലിയ തിരക്കാണ്. റെസ്റ്റോറൻറ്റുകളിൽ വരുന്നു, ഒരു ടേബിളിൽ ഇരിക്കുന്നു, 2 പൊരിച്ച കോഴിയെങ്കിലും, അതിനൊക്കെ ഓമന പേരുകളുണ്ട്, വാങ്ങുന്നു. 2 ലിറ്ററെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങുന്നു. ഇതെല്ലാം കഴിച്ചു തീർക്കുകയാണ്. വർക്ക് ഫ്രം ഹോം പോലെയുള്ള ജോലികൾ ചെയ്യുന്നവർ 4 നേരത്തെ ഭക്ഷണവും പാക്കറ്റുകളാക്കി അല്ലെങ്കിൽ ഓൺലൈനിൽ വരുത്തി കഴിക്കുന്നു. കസേരയിലിരുന്ന് തന്നെ ജോലി ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് അടിക്കുന്നവരുണ്ടല്ലോ, വല്ലപ്പോഴുമെങ്കിലും നമ്മുടെ ശരീരത്തിൽ അനേകം ധർമ്മങ്ങൾ ചെയ്യുന്ന കരളിൻ്റെ കർമ്മം ശരിയായി ചെയ്യുന്നുണ്ടോ എന്നുള്ള ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളും ഫാറ്റി ലിവർ ആയിട്ടുണ്ടോ എന്നുള്ള സ്കാനിങ്ങും മറ്റും നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയിൽ തന്നെ 38% പേർക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നും അത് വളരെ ചെറുപ്പക്കാരിലും കുട്ടികളിലും വരെ കാണുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു. കേരളത്തിൽ ആ എണ്ണം മുന്നോട്ട് തന്നെയായിരിക്കും. ജീവിതശൈലി രോഗങ്ങളിലേക്കും മറ്റുമാണ് ഇത്തരം രീതികൾ കടന്നത്. ആയുർവേദം പറയുന്നത് ആരോഗ്യത്തെ താങ്ങി നിർത്തുന്ന 3 തൂണുകളാണ് ആഹാരമെന്നും വ്യായാമമെന്നും ഉറക്കം. ഇതിൽ വ്യായാമം നമ്മൾ കുറേ പേരൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനായ മസിലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മസിൽ സ്ട്രെച്ചിങ് ആയ എയ്റോബിക് ആൻഡ് അൺഎയ്റോബിക് എക്സസൈസുകൾ ആഴ്ചയിൽ 150 മിനിറ്റെങ്കിലും ചെയ്യണം എന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. നമ്മൾ മനുഷ്യർ 1/3 സമയം ഉറങ്ങാനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ചിന്തകളെയും പ്രതിരോധശേഷിയും ഒക്കെ സംരക്ഷിച്ചു നിർത്തുന്ന, ഏകാഗ്രത കൂട്ടുന്ന, ക്രിയാത്മകമായി ഇടപെടാൻ ഉള്ള കഴിവ് തരുന്ന ഒന്നാണ് ഉറക്കം. നാളെ തലച്ചോറ് എങ്ങനെ കർമ്മക്ഷമമായി പെരുമാറണം എന്ന് തലച്ചോറിന് നൽകുന്ന വിശ്രമമാണ് ഉറക്കം. ലൈംഗിക ഹോർമോണുകൾ ഉൾപ്പെടെയുള്ള പല ഹോർമോണുകളും രക്തത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നത് ഉറക്കത്തിലാണ്. വർദ്ധിച്ച വ്യാവസായിക മുന്നേറ്റവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റവും നൈറ്റ് ഷിഫ്റ്റും ഒക്കെ ഉറക്കത്തിൻ്റെ പാറ്റേൺ മാറ്റിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും പല ആളുകളും ഇൻ്റർനെറ്റിലൊക്കെ ഇരുന്ന് ഓൺലൈനിലൊക്കെ നമ്മൾ ലാസ്റ്റ് സീനെന്ന് കാണുന്നത് 2 AM 3 AM ഒക്കെയാണ്. ഈ ഉറക്കത്തെ തടഞ്ഞു നിർത്തുന്നതിൽ നമ്മൾ ഓർമ്മയുടെ വാതായനങ്ങൾ അടച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൂടി ഓർക്കണം. മറ്റൊന്ന് ലഹരിയുടെ ഉപയോഗം. വളരെ ചെറുപ്രായം മുതലുള്ള മുതിർന്നവർ വരെയുള്ളവർ ലഹരിക്ക് അടിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മെയ് 31 പുകയില വിരുദ്ധ ദിനത്തിൽ പുകയില വ്യാവസായിക ഇടപാടുകളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നതായിരുന്നു തീം. പുകയിലയിൽ നിന്നും മാത്രമല്ല, എല്ലാവിധ ലഹരി ഉപയോഗത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ എങ്ങനെ തടഞ്ഞു നിർത്താമെന്ന് വേണം സമൂഹം വളരെ ഗൗരവമോടെ ചർച്ച ചെയ്യേണ്ടത്. ആയുർവേദത്തിൽ വേഗങ്ങൾ അഥവാ അർജസ് എന്ന് പറയുന്നുണ്ട്. മലം, മൂത്രം, ശുക്ലം, ആർത്തവം, ഇക്കിൾ, ഏമ്പക്കം, കണ്ണുനീർ, അധോവായു, ഊർധ്വവായു തുടങ്ങിയ 14 കാര്യങ്ങൾ തടഞ്ഞു വെക്കരുതെന്നും അവ രോഗകാരണമാകാമെന്നുമാണ് ആയുർവേദം പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ വളരെ ചെറിയ കുഞ്ഞുങ്ങളെ വരെ മലവിസർജനമൊന്നും നടത്താതെ സ്കൂളുകളിൽ വിടുന്നുണ്ട്. പെൺകുട്ടികൾ സ്കൂളിൽ പോയാലോ തൊഴിലിടങ്ങളിലെ സ്ത്രീകളൊക്കെ ആവട്ടെ ഒരു പകൽ മുഴുവൻ മൂത്രമൊഴിക്കാതെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം രോഗകാരണങ്ങളാണ്. മാനസികാരോഗ്യം നമ്മുടെ നാട്ടിൽ ഒട്ടും ശരിയല്ല. ആത്മഹത്യയും കൊലപാതകങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതന്നെ അതിന് തെളിവാണ്.
ഈ മാനസികാരോഗ്യം എവിടെ കുറയുന്നു അവിടെ ആരോഗ്യവും സൗന്ദര്യവും കുറയുന്നു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇതിലെല്ലാം പുറമെ ജലവും വായുവും ദേശവും കാലവും ദുഷിച്ചുണ്ടാകുന്ന പാരിസ്ഥിതിക കാരണങ്ങൾ കൊണ്ടും രോഗങ്ങളുണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങൾ കൊണ്ടെല്ലാം നമ്മുടെ കോശങ്ങളിൽ ജൈവ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു. ഇവ ഒരിക്കലും അപ്പോഴപ്പോഴല്ല രോഗകാരണങ്ങളാകുന്നത്. വിരുദ്ധാഹാരം പോലെയുള്ള പല കാര്യങ്ങളും കാലക്രമത്തിൽ രോഗങ്ങളാക്കുകയാണ് ചെയ്യുന്നത്. ആധുനിക വൈദ്യശാസ്ത്രവും പറയുന്ന അങ്ങനെയാണ്. നമ്മുടെ കുടലുകളിലെ കോടാനുകോടി സൂക്ഷ്മാണുക്കൾ അഥവാ മൈക്രോബയോട്ടം അതിൻ്റെ ജനിതക വ്യത്യാസമാണ് രോഗങ്ങൾക്ക് കാരണമെന്നും ഈ ജനിതക വ്യത്യാസം ഉണ്ടാകുന്നത് കാലക്രമേണയാണെന്നും പറയപ്പെടുന്നു. അതായത് നമ്മുടെ ജീവിതശൈലി കൊണ്ടും ഭക്ഷണക്രമങ്ങൾ കൊണ്ടും ഒക്കെയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഭക്ഷ്യവിഷബാധ എത്രയോ സാധാരണമാണ്. എങ്കിലും നമുക്ക് അതിലൊന്നും വലിയ അങ്കലാപ്പില്ലാതെ ഇത്തരം ഭക്ഷണ രീതികൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്തരം ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ശരീരത്തിലെ ജൈവ മാലിന്യങ്ങളെ വെളിയിൽ കളയുന്നതിനാണ് ആയുർവേദം ശോധന ചികിത്സ അഥവാ പഞ്ചകർമ്മ ചികിത്സ നിശ്ചയിച്ചിരിക്കുന്നത്. അശുദ്ധിയാണ് രോഗം, ശുദ്ധീകരണമാണ് ചികിത്സ, നൈർമല്യമാണ് ആരോഗ്യം എന്ന കൺസെപ്റ്റാണ് ആയുർവേദത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഛർദ്ദിപ്പിക്കൽ, വയറിളക്കൽ, ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള എനിമ അഥവാ വസ്തി, നസ്യം, രക്തമോഷം, അശുദ്ധമായ രക്തത്തെ കളയുന്നത്, ഇങ്ങനെയാണ് പഞ്ചകർമ്മങ്ങൾ. ഇവ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തെ മൃദുവാക്കാനും വിയർപ്പിക്കുന്നതിനും കൂടിയാണ് സ്നേഹസ്വേദ പ്രയോഗങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. ആ പ്രയോഗങ്ങളെ കേരളീയ വൈദ്യന്മാർ പരിഷ്കരിച്ചെടുത്തതാണ് നമ്മൾ ഇന്ന് കാണുന്ന പല കിഴികൾ, പിഴിച്ചിൽ, ധാര തുടങ്ങിയവ. പക്ഷെ പലപ്പോഴും സാമാന്യ ജനം ഇതാണ് പഞ്ചകർമ്മം എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അല്ല, ഇത്തരം ക്രിയകൾ ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ് പഞ്ചകർമ്മം ചെയ്യുന്നത്. ഇത് ചെയ്ത് ശരീരത്തെ ശുദ്ധമാക്കിയതിന് ശേഷം കോശങ്ങളുടെ പ്രായമാകൽ തടയുന്ന, ദീർഘായുസ് നൽകുന്ന, ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കാൻ ഉതകുന്ന രസായന ഔഷധങ്ങൾ കഴിക്കണം. ചവനപ്രാശവും അഗസ്ത്യരസായനവും മജമാംസരസായനവും പോലുള്ളവ മാത്രമല്ല, എള്ളും കുടങ്ങലും അമുക്കുരവും പോലെയുള്ള ഒറ്റമരുന്നുകളും രസായന സ്വഭാവമുള്ളവയാണ്. അവയും നമുക്ക് കഴിക്കാം. ഇതെപ്പോൾ കഴിക്കണം? യൗവനത്തിലും മധ്യവയസ്സിലും ഉള്ളവരാണ് ഈ ചികിത്സകളൊക്കെ ചെയ്യേണ്ടത്. കാരണം നമ്മൾക്ക് പ്രായമാകാതിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾ അവരവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റിവെക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്യാറുണ്ട്. ഏപ്രിൽ 1 തീയതി ഇപ്രാവശ്യത്തെ ലോകാരോഗ്യ ദിനത്തിൽ പറഞ്ഞത് മൈ ഹെൽത്ത് ഈസ് മൈ റൈറ്റ് എന്നാണ്. അതായത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ്. നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് ആരോഗ്യത്തെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത്. അപ്പം വലിയ പഥ്യമൊക്കെ നോക്കണ്ടേ എന്നുള്ള രീതിയിലാണ് പലരും ഇത്തരം കാര്യങ്ങൾ മാറ്റിവെക്കുന്നത്. നമ്മൾ കുടിക്കാനും കുളിക്കാനും ചൂടുവെള്ളം ഉപയോഗിക്കുക, ലഘുവായ ആഹാരം, അതായത് ദഹിക്കാൻ എളുപ്പമുള്ള ദ്രവാംശം കൂടുതലുള്ള ആഹാരം ഉപയോഗിക്കുക, രാത്രി ഉറക്കം ഇളയ്ക്കാതിരിക്കുക, പകൽ ഉറങ്ങാതിരിക്കുക, കിടക്കാനും ഇരിക്കാനും വളരെ ഉയർന്നതോ താഴ്ന്നതോ ആയ കിടക്കയോ ഇരിപ്പിടങ്ങളോ ഉപയോഗിക്കാതിരിക്കുക, ലൈംഗിക ബന്ധം ഒഴിവാക്കുക, വ്യായാമം ചെയ്യാതിരിക്കുക, അധികം യാത്ര ചെയ്യാതിരിക്കുക. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പഥ്യങ്ങൾ. അത് നോക്കി ഇത് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ വളരെ സുന്ദരന്മാരും സുന്ദരികളും എന്ന് പറയുന്ന പല സെലിബ്രിറ്റികളും ഇത്തരം ചികിത്സകൾ വർഷത്തിൽ 1-2 തവണ ചെയ്യുന്നുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു വിദഗ്ധ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ അത് അവരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ഇത്തരം ചികിത്സകൾ ചെയ്യുക. എന്നാൽ പലപ്പോഴും സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ നോക്കി ഉപയോഗിക്കുന്നതുകൊണ്ടും ചികിത്സകൾ പല വ്യാജന്മാരുടെ അടുത്ത് ചെന്ന് ചെയ്യുന്നതുകൊണ്ടും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ യോഗ്യതയുള്ള ഒരു ഡോക്ടറിൽ നിന്നും ഇത്തരം ചികിത്സ തേടി നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കാൻ ശ്രമിക്കുക. കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം. അപ്പോൾ സുന്ദരിയായിരിക്കുന്നല്ലോ എന്നൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ അവിടെ ഉയരുന്നത് നമ്മുടെ ആത്മവിശ്വാസം കൂടിയാണെന്ന്